ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണ്ണമായും പാലിച്ച് മുത്തഖീങ്ങളായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ. അൽ ഖുൽതത്തു വൽ ഉസ്ല, ഒഴിഞ്ഞിരിക്കലും കൂടിയിരിക്കലും പണ്ഡിതന്മാർ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണിത്. ആത്മാവിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുമായി ബന്ധമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഈ വിഷയം പറയേണ്ടി വരുന്നത്. ഒഴിഞ്ഞിരിക്കലും കൂടിയിരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഒറ്റയ്ക്കിരിക്കേണ്ട, ഒഴിഞ്ഞിരിക്കേണ്ട സന്ദർഭങ്ങളിൽ കൂടിയിരിക്കുന്നതും കൂടിയിരിക്കേണ്ട സന്ദർഭങ്ങളിൽ മാറിയിരിക്കുന്നതും ശരിയല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവൻ്റെ ജീവിതത്തിൽ നിർബന്ധമായും കൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ സ്വന്തത്തോടുള്ള ഉത്തരവാദിത്തവും മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വവുമുണ്ട്. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം നിർവഹിക്കുന്നിടത്താണ് നമുക്ക് കൂടിയിരിക്കേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടാകാറുള്ളത്. അവിടെ കൂടിയിരിക്കാതെ മാറി നിൽക്കുക എന്നത് ശരിയല്ല. എന്നാൽ സ്വന്തത്തിന് വേണ്ടി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊന്ന് ഒഴിഞ്ഞിരുന്ന് ചെയ്യാൻ, മാറിയിരുന്ന് ചെയ്യാൻ നമുക്ക് സമയം കിട്ടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു അല്ലദീ യുഖാലിതു നാസ വയസ്ബിറു അലാ അദാഹും. ജനങ്ങളുമായി എപ്പോഴും ഇടപഴകി ജീവിക്കുന്ന ഒരു മുഅ്മിൻ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന
ഒരു മുഅ്മിൻ അഅലമു അജ്റൻ മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുന്നാസ, ജനങ്ങളുമായി കൂടിക്കലരാത്ത ഒരു മുഅ്മിനിനേക്കാൾ അവന് വമ്പിച്ച പ്രതിഫലമുണ്ട്. വലാ യസ്ബിറു അലാ അദാഹും, അങ്ങനെ കൂടിയിരിക്കുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് വരുന്ന പല പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അതിൽ ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു മുഅ്മിനിനാണ് മറ്റേ മുഅ്മിനിനേക്കാൾ പ്രതിഫലമുള്ളത്. ഈ ഹദീത്തിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാര് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ശുറൂത്തുൽ ഖുൽത, നമ്മൾ ഒരു സമൂഹവുമായി കൂടി അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് ചില നിബന്ധനകൾ പറഞ്ഞു. അതിൽ ഒന്ന്, അതിന്റെ ഷർത്ത് തഹ്ഖീഖുൽ മസ്ലഹത്തി ശർഇയ്യ, മതപരമായി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ അതൊക്കെയും നിർവഹിക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ അവന് കഴിയണം. ഒരു സമൂഹത്തിൽ കൂടിക്കലർന്ന് ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ കുറേ മതപരമായ കുറേ നിയമങ്ങളുണ്ട്, അതൊക്കെ അവൻ പാലിക്കണം. സലാം പറയുക, സദസ്സ് വിശാലമാക്കി കൊടുക്കുക, ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ട് നീക്കി കൊടുക്കുക, പ്രയാസമുള്ളവരെ പ്രയാസം തീർത്തു കൊടുക്കുക, കണ്ണിനെ നിയന്ത്രിക്കുക, അങ്ങനെ തുടങ്ങി ഒരുപാട് സമൂഹത്തിൽ കൂടിക്കലരുമ്പോൾ മതം പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്, അത് കൃത്യമായി നിർവഹിക്കണം. അത് ഒരു ഷർത്താണ്. രണ്ടാമത്തെ ഷർത്ത് അസ്സലാമത്തു മിനൽ ഫിതനി അൻ യകൂന ശഖ്സു ഖാദിറൻ അല സബാത്ത്. സമൂഹത്തിൽ പല കുഴപ്പങ്ങളും ഉണ്ടാകും. ഒരു മനുഷ്യന്റെ ഈമാനിനെ നഷ്ടപ്പെടുന്ന കുഴപ്പങ്ങൾ ഉണ്ടാകും. അതിൽ നിന്ന് സുരക്ഷിതനാണ് എന്ന് അവന് ഉറപ്പുണ്ടാകണം. ഈ വ്യക്തി അൻ യകൂന ശഖ്സു ഖാദിറൻ അല സബാത്ത്, അവന്റെ ഈമാൻ നഷ്ടപ്പെടാതെ അത് സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ സബാത്ത് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം സമൂഹത്തിൽ ഇടപഴകി ജീവിക്കേണ്ടത്. അതിനൊരു ശക്തിയും പവറും ഉറപ്പുമൊക്കെ ഉണ്ടായിരിക്കണം. മൂന്നാമത്തേത് അസ്സബ്റു അലാ അദന്നാസ്, സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുമ്പോൾ ജനങ്ങളിൽ നിന്ന് നേരിടുന്ന പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ ക്ഷമിക്കാനുള്ള പവർ ഉണ്ടായിരിക്കണം. 4 അൽ ഖുദ്റത്തു അലൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, സമൂഹത്തിൽ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനുമുള്ള കുദറത്ത് കഴിവുള്ളവനായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾ ഈ ഷർത്തുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഒരു സമൂഹത്തിൽ ഇടപഴകി ജീവിക്കേണ്ടത്. ഇപ്പൊ കുടുംബത്തോടുള്ള ബാധ്യത, സമൂഹത്തോടുള്ള ബാധ്യത, അതുപോലെ തന്നെ ദഅവത്ത്, ഇസ്ലാമികമായ ദഅവത്ത്, ഇതൊക്കെ ഈ പറഞ്ഞ വിഷയങ്ങളിൽ പെട്ടതാണ്. ഇതെല്ലാം ചെയ്തും പാലിച്ചും നിർവഹിച്ചുകൊണ്ടുമാണ് ഒരു സമൂഹത്തിൽ ഒരാൾ കൂടിയിരിക്കേണ്ടത്. എന്നാൽ ഇതൊന്നുമല്ലാത്ത കുറെ കൂടിയിരിക്കലുകൾ സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെയാണ് പ്രശ്നങ്ങൾ വരുന്നത്. നമ്മുടെ മക്കളാകട്ടെ യുവാക്കളാകട്ടെ ഒക്കെയും ഇത്തരം കാര്യങ്ങളിലൊന്നുമല്ലാതെ കൂട്ടുകൂടുകയും കൂടിയിരിക്കുകയും സൊറ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അവിടെ ഈമാനിനെയും തഖ്വയെയും അവന്റെ മതപരമായ കാര്യങ്ങളെയും ഒക്കെ ബാധിക്കുന്ന പല വിഷയങ്ങളും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് സത്യവിശ്വാസി സമൂഹത്തിലേക്ക് ഇറങ്ങി ജീവിക്കുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാലിച്ചിരിക്കണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഖുദൂ ബിഹള്ളികും മിനൽ ഉസ്ല, നിങ്ങൾ ഉസ്ലത്ത് അഥവാ ഒറ്റയ്ക്കിരിക്കുക എന്നത്, മാറിയിരിക്കുക എന്നത് നിങ്ങളെ അണപ്പല്ലുകൾ കൊണ്ട് മുറുകെ പിടിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതാരാ പറഞ്ഞത്? സമൂഹത്തിന് വേണ്ടി ഓടി നടന്ന 2ാം ഖലീഫ, പ്രജകളുടെ അവസ്ഥകൾ അറിയാൻ, പ്രജകൾക്ക് സേവനം ചെയ്യാൻ, ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഓടി നടന്ന അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉസ്ലത്ത്, നിങ്ങൾ എത്ര വലിയ സാമൂഹ്യ പ്രവർത്തകനാണെങ്കിലും, രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും, മതപ്രവർത്തകനാണെങ്കിലും ഒക്കെ ഉസ്ലത്ത് ജീവിതത്തിൽ നിന്ന് മാറരുത്. അവനവന്റെ സ്വന്തം കാര്യം ഒന്ന് നോക്കാൻ കുറച്ച് സമയം ഒന്ന് ഒഴിഞ്ഞിരിക്കണം. ചില ആൾക്കാർ 24 മണിക്കൂറും സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏത് രംഗത്ത് പ്രവർത്തിക്കുകയാണെങ്കിലും അവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളായിരിക്കണം, നിസ്വാർത്ഥമായ സേവനമായിരിക്കണം, ഭൗതിക താല്പര്യങ്ങൾ ആഗ്രഹിക്കാതെയുള്ള ഖിദ്മ ചെയ്യുന്നതായിരിക്കണം, മതപരമായ കാര്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. എന്നാൽ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിലും സ്വന്തം അവനവന്റെ കാര്യം കുറച്ച് സമയം ഒന്ന് ഒഴിഞ്ഞിരുന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വന്തം ഒന്ന് അള്ളാഹിനോട് ചില കാര്യങ്ങളൊക്കെ നാളെ മരണത്തിന് ശേഷം നമ്മളോട് ചില ചോദ്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പാ. ആ ചോദ്യങ്ങൾ ഒന്ന് ഒഴിഞ്ഞിരുന്ന് അവനവനോട് സ്വയം ഒന്ന് ചോദിക്കാൻ, ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ കുറച്ച് സമയം നമ്മൾ കണ്ടെത്തണം ജീവിതത്തിൽ. അത് നമ്മളെ ആത്മാവിന് ഒരു അന്നമാണ്, നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമാണത്. ഒന്ന് ഒഴിഞ്ഞിരിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒഴിഞ്ഞിരുന്നിട്ട് പറയാനുള്ള വാക്ക് വരെ പറഞ്ഞെന്നില്ലേ, അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി അന അബ്ദുക വ അന അലാ അഹദിക വ വഅദിക മസ്തതഅത്. റബ്ബേ, നിന്റെ പടപ്പാണ് റബ്ബേ, നിന്റെ അടിമയാണ് ഞാൻ, എന്നെ കൊണ്ടാകും വിധമൊക്കെ ഞാൻ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിക്കുന്നുണ്ട്. വന്നു പോകുന്നത് പുറത്തുകൊണ്ട റബ്ബേ, നിന്റെ അനുഗ്രഹങ്ങൾ എമ്പാടും എനിക്കുണ്ട്, ഞാനത് ഏറ്റു പറയാണ് റബ്ബേ. പാപങ്ങളും തെറ്റുകളും ഈ സാധുവിന് സംഭവിക്കുന്നുണ്ട്, അതും ഞാൻ ഏറ്റു പറയാണ് റബ്ബേ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ഒഴിഞ്ഞിരുന്ന് റബ്ബിനോട് കാര്യങ്ങൾ പറയാൻ നമുക്ക് സമയം കണ്ടെത്തണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഓടി നടന്നു സമൂഹത്തിൽ, എന്നാൽ ഒഴിഞ്ഞിരുന്ന് കരഞ്ഞു. അദ്ദേഹത്തിന് മയ്യത്ത് കുളിപ്പിച്ച സ്വഹാബികൾ പറഞ്ഞു, ഹത്താനി അസ്വദാനി മിൻ ശിദ്ദത്തിൽ ബുക്കാ. കരഞ്ഞ് 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 കണ്ണുനീരൊലിച്ച ഭാഗത്ത് ചാല് വന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് കറുത്ത 2 വരകൾ ഞങ്ങൾ കണ്ടുന്ന. കണ്ണീരൊലിച്ച ഭാഗത്ത് അദ്ദേഹമാണ് പറഞ്ഞത്, നിങ്ങൾ ഉസുലത്തിനെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് നിങ്ങൾ പിടിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. ഇനി ഒരാൾ സമൂഹത്തിനൊക്കെ മാറി നിൽക്കുകയാണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവനവൻ ചെയ്യേണ്ട പല കാര്യങ്ങൾ ചെയ്യാതെ ഒറ്റക്ക് ചില ആൾക്കാർ മാറി നിൽക്കുക, പല കാരണങ്ങൾ പറഞ്ഞിട്ട്. ഈ ഉസുലത്തിനും ചില ഷർത്തുകൾ പറഞ്ഞു. എന്താണ് ആ ഷർത്ത്? ഒന്ന്, ഖൗഫുൽ ഫിത്നി ഫിദ്ദീൻ. ദീന് ഫസാദായി, ഫിത്ന കുഴപ്പത്തിലായി, ഞാൻ പുറത്തിറങ്ങിയാൽ എൻ്റെ ദീന് നഷ്ടപ്പെടുമെന്ന് ഭയമുള്ളവൻ ഒറ്റയ്ക്കിരിക്കുക, അതൊരു ഷർത്ത. 2, അദ്മുൽ ഖുദ്റത്തി അല തഗയീരി അവിൽ ഇൻകാർ. ഇങ്ങനെ തിന്മകളൊക്കെ കാണുമ്പം എന്നെക്കൊണ്ടത് തടയാനും, അല്ലെങ്കിൽ ഞാൻ ആ തിന്മ കണ്ട ഞാൻ ആ തിന്മയിലേക്ക് ചെന്ന് പെട്ടുപോകും, അതിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് പവറില്ല. ഫഇൻ കാന ആജിസൻ അൻ ഇസാലത്തിൽ മുൻകർ. തിന്മകൾ കാണുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാൻ ഞാൻ അശക്തനാണ് എന്നൊരാൾക്ക് തോന്നുകയാണെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങാതിരിക്കണം നല്ലത്. അത് ഷർത്ത് പറഞ്ഞതാ. 3ാമത്തെ ഷർത്ത്, അല്ലാ യതറത്തബു അലൽ ഉസ്ല തലഉ ഹുഖൂഖ ശർഇയ്യ. ഒരാൾ സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് ഞാൻ അങ്ങനെ ഇറങ്ങിയാൽ എനിക്ക് മതപരമായ എൻ്റെ ബാധ്യതകൾ നഷ്ടപ്പെടും. ഏതുപോലെ? കൽ ജുമുഅ വൽ ജമാഅ വസിലത്തുർ റഹിം. എൻ്റെ ജുമാ പോകും, ജമാഅത്ത് പോകും, കുടുംബബന്ധം മുറിയും. ചില ആൾക്കാർ ഭയങ്കര സാമൂഹ്യ പ്രവർത്തകരും മതപ്രവർത്തകരൊക്കെ, പക്ഷെ കുടുംബബന്ധം പുലർത്തൂല, അതിനൊന്നും നേരമില്ല. ഫുൾ ടൈം ദീനീ പ്രവർത്തകരാ, ഫുൾ ടൈം സമൂഹ പ്രവർത്തകരാ. പക്ഷെ അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചിട്ട് ജമാഅത്ത് പോകും, ചിലപ്പോൾ ജുമാക്കൻ്റെ മര്യാദയ്ക്ക് വരാൻ കഴിയില്ല ചില ആൾക്കാർക്ക് സമയത്തിന്. സിലത്തുർ റഹീം, ബാപ്പാനിമാനൊക്കെ കണ്ടിട്ട് മാസങ്ങൾ, ഭയങ്കര സാമൂഹ്യ പ്രവർത്തകനാ, ജനങ്ങളായിട്ട് കൂടി പ്രവർത്തിക്കുന്ന ആൾക്കാരാ. പക്ഷേ ഇതൊന്നുമില്ല എങ്കിൽ, ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ പിന്നെ അതിനിറങ്ങാതിരിക്കണം നല്ലത്, ഒറ്റയ്ക്കിരിക്കണം, മാറി നിൽക്കണം. 4, അൻ യകൂന ഖാദിറൻ അലൽ ഖിയാമി ബിനഫ്സിഹി ദൂനൽ ഇഅ്തിമാദി അലൻ നാസ്. ഒരാൾക്ക് അവനവൻ്റെ മതമൊക്കെ അവന് നല്ലോണം അറിയാം, ദീൻ എന്താണെന്നറിയാം, ഒക്കെ പഠിച്ചിട്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. വേറൊരാളെ അവലംബിക്കേണ്ട ഒരാവശ്യമില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്കും മാറി നിൽക്കാം. ഇത് പണ്ഡിതന്മാർ പറഞ്ഞ ഷർത്തിൽപ്പെട്ടതാ. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച ഹദീസുകളൊക്കെ പറഞ്ഞിട്ട് മഹാൻ ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമിലെ 16ാം വാള്യം 177ാമത്തെ പേജിൽ അദ്ദേഹം പറയാണ്, അൽ മുഅ്മിനുൽ കാമിൽ, ഒരു സമ്പൂർണനായ മുഅ്മിൻ ആരാന്നറിയോ? മൻ ജമഅ ബൈന നഫ്ഉൻ നാസി വ ഖശിയത്തിൽ ഫിതൻ ഫൈദാ ഗലബ അലാ ളന്നിഹി സലാമ ഖാലിദ്. രണ്ടിനും പറ്റുന്ന ഒരാള്, ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അവനെ കൊണ്ട് പറ്റും, അവനവന്റെ വിശ്വാസം കാര്യങ്ങളൊക്കെ സംരക്ഷിക്കാനും പറ്റും. ഫിത്തന ഈമാനൊന്നും ഫസാദാകാതെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും പറ്റും, അവനവന്റെ കാര്യം ചെയ്യാനും പറ്റും. അങ്ങനെ പറ്റുമെങ്കിൽ നീ ജനങ്ങൾക്കിടയിൽ ഇടപെടുകോ. ഫഇൻ ഖാഫൽ ലറർ, ഇനി അങ്ങനെ ചെയ്യുമ്പോൾ നിനക്ക് നീ പേടിക്കുകയാണെങ്കിൽ, നീ എന്തെങ്കിലും ഷർറിൽ ചെന്ന് പെട്ടുപോകും എന്ന് ഭയപ്പെടുകയാണെങ്കിൽ വഅ്തസൽ, നീ ഉസ്ലത്തിലേക്ക് മാറണം. സഹോദരൻ, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാ. ഏറ്റവും പ്രധാനം എന്താ, ഞാൻ ഓതി വെച്ച ആയത്ത് 2 ഉസ്ലത്ത് പറയുന്നുണ്ട്. ഒന്ന് അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയാം. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയുന്നിടത്ത് വഇദ തസൽതുമൂഹും, അവർ ഉസ്ലത്തിലേക്ക് മാറി, അവർ മാറി സമൂഹത്തിന് ഒഴിഞ്ഞു. കാരണം ആ നാട്ടിൽ കൊടിയ ശിർക്ക് നടക്കുക,
കൊടിയ ശിർക്ക് നടക്കുന്ന നാട്ടിൽ നിന്ന് അവരിങ്ങോട്ട് മാറി. അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്ന നാടാണ്. അവരവിടുന്ന് ഇങ്ങോട്ട് മാറിപ്പോന്നു. ആ നാട്ടിൽ ഇനി ജീവിക്കണ്ട, അവർ ഒഴിഞ്ഞു പോന്നു. ഫഊഇലൽ കഹ്ഫി, അങ്ങനെയാണ് അവർ ആ കഹ്ഫിൽ ഗുഹയിൽ അഭയം തേടുന്നത്. യൻഷുർ ലക്കും റബ്ബുക്കും മിർ റഹ്മത്തിഹി. അപ്പൊ അവർ തമ്മിൽ പരസ്പരം സംസാരിക്കുകയാണ്. എന്താണ്? നിങ്ങളെ രക്ഷിതാവ് അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശാലമായി നൽകും. വയുഹയ്യിഉ ലക്കും മിൻ അംരിക്കും മിർഫഖ, നിങ്ങളുടെ കാര്യത്തിൽ സൗകര്യം ഏർപ്പെടുത്തി തരികയും ചെയ്യുന്നതാണ്. ഇത് എന്താ, ഏത് സന്ദർഭത്തിലാണ് കിട്ടുക? കാര്യങ്ങൾക്കൊക്കെ ഒരു സൗകര്യവും അള്ളാഹിന്റെ റഹ്മത്ത് കിട്ടാൻ ചിലപ്പം ഉസ്ലത്ത് ചെയ്യണം. അത് ഏറ്റവും പ്രധാന ശിർക്കുന്ന. ഇനി ഇതേ ഉസ്ലത്ത് പറയുന്ന മറ്റൊരായത്തുണ്ട്. ഇബ്രാഹിം നബിന്റെ കഥ പറയുമ്പം വാപ്പാനെ വിട്ടു പോന്നു, വാപ്പാനെ വിട്ട് മാറിപ്പോന്നു. ഇബ്രാഹിം നബിന്റെ ഉസ്ലത്താ. വമാ തദ്ഊന മിൻ ദൂനില്ലാ, അതിനായിട്ട് എനിക്കൊരു ബന്ധമില്ല, ഞാൻ മാറിപ്പോരുകയാണ് ഒറ്റക്ക്. കാരണം എന്താ? അത് എന്റെ ഈമാൻ, പരലോകം, എന്റെ ഖബർ എന്നെ ബാധിക്കുന്ന വിഷയ. അതുകൊണ്ട് ശിർക്കുമായിട്ട് ഒരു ബന്ധമില്ല. വഅദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കും. അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ, എന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഭാഗ്യം കെട്ടവനായിരിക്കില്ല. ഫലമ്മ അഅ്തസലഹും, അങ്ങനെ വാപ്പാനോട് അത് പറഞ്ഞ് ആ ശിർക്ക് മാറിപ്പോന്നപ്പോ ഉസ്ലത്തുണ്ടായപ്പോ കിട്ടിയ മെച്ചെന്താ അറിയോ? ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാ, അതിന് പോന്നപ്പം വവഹബനാ ലഹു ഇസ്ഹാഖ വയാഖൂബ, ഇബ്രാഹിം നബിക്ക് അല്ലാഹു ഇസ്ഹാഖ് നബിനെ മകനായി കൊടുത്തു. ഇസ്ഹാഖ് നബിന്റെ മകനായിട്ട് യാക്കൂബ് നബിന്റെ പൗത്രനായിട്ടും കൊടുത്തു. വകുല്ലൻ ജഅൽനാ നബിയ, ഓരൊക്കെ നബിമാരും ഓക്കെ. അല്ലാഹ് ഉസ്ലത്ത് കൊണ്ട് കിട്ടുന്ന മെച്ച. പറഞ്ഞതിന് ചുരുക്കം എന്താ അറിയോ? സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഷിർക്ക് ചെയ്യേണ്ടി വന്നാൽ, ഷിർക്കിന്റെ ഷിആറുകൾ ചെയ്യേണ്ടി വന്നാൽ അതിന് മാറി നിൽക്കാൻ പറ്റാത്തവർ പിന്നെ രാഷ്ട്രീയത്തിലാവട്ടെ സമൂഹത്തിലാവട്ടെ പ്രവർത്തിക്കരുത്. നിലവിളക്ക് കൊടുക്കണം. അത് ഒരു ഷിർക്കിന്റെ ഷിആറാണെങ്കിൽ, അടയാളമാണെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയാത്ത മുസ്ലിം ആ രംഗത്ത് നിന്ന് പോകണം. ഇത് ഇസ്ലാമാണ്, ദീനാണ്. ഷിർക്കുമായി ഒന്നുമില്ല, ഷിർക്കുമായി കൂടിക്കലർന്നുള്ള ജീവിതമില്ല. അങ്ങനെ ഒരു ഷിർക്കിന്റെ ഒരു ഷിആർ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ശക്തിയുണ്ടെങ്കിൽ അതാണ് ഷർത്ത്. അവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവൻ മാത്രമേ സമൂഹ രംഗത്ത് മുസ്ലിം ആണെങ്കിൽ, അല്ലാത്തുള്ള കാര്യം പോട്ടെ, ഈമാൻ കിട്ടി മരിക്കണോ എങ്കിൽ മാറി നിൽക്കണം. ഇതാണ് ഷർത്തുകൾ. പണ്ഡിതന്മാർ പറഞ്ഞ ഷർത്താണ്. ഷിർക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ട് സമൂഹത്തിൽ എനിക്കത് ചെയ്യാതെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ മാറണം എന്നാ പറഞ്ഞത്. അതേറ്റ് മുന്നോട്ട് പോകണമെന്നല്ല. എന്താണ് സഹോദരന്മാരെ വിഷയം? സ്വർഗവും നരകവും പരലോകമൊക്കെയാണ്. ദുനിയാവെ കണ്ട് കഴിയും. അധികാരം കിട്ടിയവർ, ഭരണാധികാരികൾ, സ്വഹാബികൾ, ഗവർണർമാർ, ചരിത്രം പഠിക്കണം നമ്മൾ. ഒരിക്കലും അവരവരുടെ വിശ്വാസം അധികാരത്തിന് വേണ്ടി നശിപ്പിച്ചിട്ടില്ല. അവരുടെ തൗഹീദ്, അവരുടെ ദീന് താൽക്കാലികമായ സ്ഥാനത്തിന് വേണ്ടിയും പദവിക്ക് വേണ്ടിയും ബലി കൊടുത്തിട്ടില്ല. അവരൊക്കെ പോകുന്ന സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, ശിർക്കുമായി ബന്ധപ്പെട്ട ഒന്നും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ചെയ്തേ മുന്നോട്ട് പോകാൻ പറ്റൂന്നുണ്ടെങ്കിൽ മാറി നിൽക്കണമെന്നാ. ജാറങ്ങളിൽ പോയി, മഖ്ബറകളിൽ പോയി അവിടെ മറമാടപ്പെട്ടവരോട് ദുആ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, അത് ശിർക്കാണ്. മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കൽ ശിർക്കാണ്. ആ ശിർക്ക് ചെയ്താലേ, അവിടെ പോയെങ്കിലേ എന്റെ സ്ഥാനവും എന്റെ പദവിയും നിലനിൽക്കൂ എന്ന് ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അവൻ മുഅ്മിനായി മരിക്കാൻ ഇഷ്ടപ്പെടുന്നവനാണോ എങ്കിൽ സഹോദരങ്ങളെ മാറി നിൽക്കണം. അതാണ് റൂഹിന്റെ, ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. മാറി നിൽക്കാൻ കഴിയണം. അപ്പോ ഒഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നത്, മാറിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം നമ്മളെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാനും നമ്മളെ പരലോകത്തെക്കുറിച്ചൊക്കെ ഒന്ന് ആലോചിക്കാനും ജീവിതത്തിൽ കുറച്ച് സമയം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഒഴിഞ്ഞിരിക്കും. സ്ത്രീകൾ പലപ്പോഴും നിസ്കാരപ്പായിലൊക്കെ കുറെ നിസ്കരിച്ചാൽ പിന്നെ കുറെ നേരം അങ്ങനെ ഇരിക്കും. പക്ഷെ ഓരും ചിന്തിക്കുന്നുണ്ട്. എന്തിനെ പറ്റിയാ ചിന്തിക്കേണ്ടത്? അല്ലാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഫൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കണം എന്നാ. പക്ഷെ പലപ്പോഴും ഒഴിഞ്ഞിരിക്കുന്നവർ വരെ പലപ്പോഴും തിന്മയിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ട്.
കുറച്ചേരം ഇങ്ങനെ ഒഴിഞ്ഞിരുന്നപ്പോൾ നാളെപ്പറ്റി പെണ്ണുങ്ങൾ ചിന്തിച്ചു മുസല്ലയിൽ ഇരുന്നും ഇനിയിപ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ എന്താ തിന്നാണ്ടാക്കാന്നാണ് ആലോചിക്കണതെങ്കിലോ, നാളെ ഉച്ചക്ക് എന്താ ഉണ്ടാക്കുക, നാളെ നേരം വിളിച്ചാൽ എന്താ ഭക്ഷണം ഉണ്ടാക്കാന്നാണ് മുസല്ലയിൽ ഇരുന്ന് ആലോചിക്കണതെങ്കിൽ അതല്ല വേണ്ടത്. മറിച്ച് ഒഴിഞ്ഞിരുന്ന് നാളെയെപ്പറ്റി ചിന്തിക്കുക. നാളത്തെ രാവിലത്തെ ഭക്ഷണത്തെക്കുറിച്ചല്ല, ഖബറിനെക്കുറിച്ച്, നാളെ എന്ന മഹ്ശറയെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. ബർസഖെപ്പറ്റി ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ ജനങ്ങളുമായി ഇടപഴകി അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിച്ച് നാളെ നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്ന് പോകുന്ന സമയത്ത് ഒരിക്കലും ഒരു പ്രയാസപ്പെടുന്ന അവസ്ഥയില്ലാതെ ഇല്ലാത്ത വിധം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്കുണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. കൂടിയിരിക്കുന്ന സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മളെ കണ്ണ് നിറയാറുണ്ട്. ഒരു മരണവീട്ടിൽ കൂടിയപ്പോൾ നമ്മൾ പലപ്പോഴും കരഞ്ഞു. ആ മയ്യത്തിനെ കണ്ട് കരഞ്ഞു. മയ്യത്തിൻ്റെ ബന്ധുക്കൾ കരയുന്നത് കണ്ടൊക്കെ നമ്മൾ കൂടിയിരിക്കുമ്പോൾ കരഞ്ഞു. ഒന്ന് ഒറ്റയ്ക്കിരുന്ന് കരയാൻ, ഒന്ന് മാറിയിരുന്ന് കരയാൻ, ദക്കറല്ലാഹ ഖാലിയൻ വഫാദത്ത് ഐനാ, ഒന്ന് ഒറ്റയ്ക്കിരുന്ന് ഏകനായിരുന്ന് അവനവൻ്റെ കാര്യം റബ്ബിനോട് പറഞ്ഞ് പരലോകത്തെക്കുറിച്ച് ചിന്തിച്ച് ദക്കറല്ലാഹ ഖാലിയൻ വഫാദത്ത് ഐനാ, കണ്ണുനിറ്റി കണ്ണീര് വരാൻ നമുക്ക് പറ്റിയോ എങ്കിൽ സഹോദരങ്ങളെ, അത് നമ്മുടെ ആത്മാവിന് നൽകുന്ന ശക്തിയാണെന്ന് ഓർക്കുക. സഹാബത്തിനൊക്കെ ചരിത്രം കേട്ടില്ലേ നിങ്ങൾ? അവരൊക്കെ ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, സ്ഥാനമാനങ്ങൾ വഹിച്ച ആൾക്കാരാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലത്ത്, ഭരണകാലത്ത് ഷാമിൽ നിന്ന് മുആവിയയെ മാറ്റി, ഗവർണർ സ്ഥാനത്ത് മാറ്റി. പകരം ആരെ വെക്കണം എന്ന് ആലോചന വന്നു. സ്വഹാബികളുമായി കൂടിയാലോചിച്ചു. ഖലീഫ ഭയങ്കര കർശനക്കാരനായ വ്യക്തിയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഒന്നാമത് ഷാമില് ആർഭാടവും ധൂർത്തും ഭൗതികമായ കാര്യങ്ങളുമൊക്കെ ഏറെ നടക്കുന്ന വ്യാപാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആഡംബരത്തിൻ്റെയൊക്കെ കേന്ദ്രമാണ് അന്നത്തെ ഷാം. അതുകൊണ്ട് അവിടേക്ക് നിയോഗിക്കുന്ന ഗവർണർ സാത്വികനായിരിക്കണം. ഉമർ ഖത്താബിന് നിർബന്ധം. അതിന് അദ്ദേഹം എല്ലാവരും വിളിച്ചു ചോദിച്ചു. എല്ലാവരും സഈദ് ബിൻ ആമിറിൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ സഈദ് ബിൻ ആമിറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഗവർണറാക്കാൻ പോവുക ഷാമിലേക്ക്. ഒരു അധികാരമാണ് ഗവർണർ എന്ന സ്ഥാപനം, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഗവർണറാണ് ഷാമിലെ. അദ്ദേഹം അത് സന്തോഷത്തോടെ സ്വീകരിക്കല്ലേ ചെയ്തത്. അദ്ദേഹം കരഞ്ഞിട്ട് പറഞ്ഞു, എന്നെ അത് ഏൽപ്പിക്കരുത്, എന്നെ നശിപ്പിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക്. പക്ഷെ ഉമർ ഫാറൂഖിനെ നമുക്കറിയാം. അദ്ദേഹം പറഞ്ഞു, താങ്കളെയല്ലാതെ ഇപ്പോൾ ഷാമിലേക്ക് വേറൊരാൾ ഞാൻ കാണുന്നില്ല, പോയേ പറ്റൂ. അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. അദ്ദേഹം ഭാര്യനെ കൂട്ടി പോകാൻ പറഞ്ഞു. ഒരു വലിയ തുക അദ്ദേഹത്തിന് കൊടുത്തു ചെലവിന് വേണ്ടിയിട്ട്. അദ്ദേഹം പാവപ്പെട്ട ഒരു സഹാബിയാണ്. കല്യാണം കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹത്തിന് കുടുംബത്തിന് വലിയ ചെലവിന് കൊടുത്തു. അങ്ങനെ അവർ ഷാമിലെത്തി. അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. കുറേ പൈസ ബാക്കിയായപ്പോൾ ഭാര്യ പറഞ്ഞു, അത് നമ്മൾ കച്ചവടത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞു. ഷാം നല്ല നല്ല കച്ചവടം നടക്കുന്ന സ്ഥലമാണ്, വ്യാപാരത്തിൻ്റെ കേന്ദ്ര, കച്ചവടത്തിൽ ഇറക്കാൻ ബാക്കി കാര്യമെന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം അത് പാവങ്ങൾക്ക് മുഴുവനും ബാക്കിയൊക്കെ പാവങ്ങൾക്ക് ദാനം ചെയ്തു. ഭാര്യ കരുതിയത് കച്ചവടത്തിന് വേണ്ടി ഇറക്കുന്ന. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തായി നമ്മുടെ കച്ചവടത്തിൻ്റെ ലാഭമല്ല കിട്ടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇരട്ടി ഇരട്ടിയായി നാളെ നിനക്ക് കിട്ടുന്നൊരു സ്ഥാനത്ത് ഞാനത് നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പാവങ്ങൾക്ക് കൊടുത്തതാ. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സന്ദർശിക്കാൻ വേണ്ടി വന്നു ഷാമില്. ഷാം സന്ദർശിക്കാൻ വന്നപ്പം ജനങ്ങളൊക്കെ വിളിച്ചു ചേർത്തു. ഖലീഫ വന്നതാ. ഖലീഫ ഷാം സന്ദർശിക്കാൻ വന്നപ്പോൾ ജനങ്ങളെ വിളിച്ചിട്ട്, എന്താ നിങ്ങളെ ഗവർണർ എങ്ങനെയുണ്ട്? മുആവിയനെ പോലെ തന്നെയാണോ? ഗവർണറെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാവർക്കും നല്ല നല്ല അഭിപ്രായങ്ങളാ. പക്ഷെ ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എനിക്ക് 4 പരാതികൾ പറയാനുണ്ട്. ഒന്ന്, അദ്ദേഹം കാലത്ത് വളരെ വൈകി മാത്രമേ ജനങ്ങളടുക്കലേക്ക് ഇറങ്ങി വരാറുള്ളൂ. രാത്രി, പകല്, കാലത്ത്, പുലർച്ചെ കുറേ വൈകിട്ടാണ് അദ്ദേഹം വരിക. രണ്ടാമത്തെ കാര്യം, രാത്രി ആർക്കും അദ്ദേഹം കൂടിക്കാഴ്ച അനുവദിക്കൂല രാത്രി. 3, 2 മാസത്തിൽ 2 ദിവസം അദ്ദേഹം പുറത്തേക്കേ വരില്ല. അദ്ദേഹത്തെ ഞങ്ങൾക്കും കാണാൻ കഴിയില്ല, അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരാറില്ല. 4-മത്തെ കാര്യം, ഇടക്കിടക്ക് അദ്ദേഹത്തിന് ബോധക്കേട് സംഭവിക്കും. ഇങ്ങനെ 4 പരാതി പറഞ്ഞു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അദ്ദേഹത്തെ വിളിച്ചു. ഉമർ ഖത്താബ് പ്രാർത്ഥിച്ചു റബ്ബിനോട്, റബ്ബേ, ഞാൻ ഏറ്റവും സാത്വികനായൊരു നല്ല മനുഷ്യനെയാണ് തിരഞ്ഞെടുത്ത് അയച്ചത്, പക്ഷെ പരാതികൾ 4 അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് താങ്കൾ മറുപടി പറയണം, നിങ്ങളെപ്പറ്റി പരാതിയുണ്ട്. 1-മത്തെ പരാതി,
രാവിലെ വളരെ വൈകി മാത്രമേ ജനങ്ങളുടെ അടുക്കിലേക്ക് വരാറുള്ളൂ എന്നുള്ള. അദ്ദേഹം പറഞ്ഞു, മറുപടി പറയാൻ എനിക്ക് പ്രയാസമുണ്ട്, എനിക്ക് മടിയുണ്ട്, ഞാനെങ്ങനെ അത് പറയാ? അദ്ദേഹം പറഞ്ഞു, പറയണം, നിർബന്ധമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട്ടിൽ ഗവർണറാണ്, എൻ്റെ വീട്ടിൽ പണിക്കാരെ ഞാൻ വെച്ചിട്ടില്ല, ജോലിക്കാരില്ല, അവർക്ക് വേണ്ടി ബൈത്തുൽ മാലിൽ നിന്ന് ഞാൻ പൈസ മാറ്റി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാവ് കുഴക്കുന്നതും റൊട്ടി ഉണ്ടാക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കുറച്ച് നേരം വൈകിയാണ്. ഹുമ്മത്തബ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അല്ലാഹനെ സ്തുതിച്ചു. രണ്ടാമത്തെ കാര്യം, രാത്രി ആർക്കും കൂടിക്കാഴ്ച നൽകൂല. അദ്ദേഹം പറഞ്ഞു, പകൽ എൻ്റെ പ്രജകൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി എല്ലാ കാര്യങ്ങളും ചെയ്യും, രാത്രി എൻ്റെ നാഥൻ്റെ മുന്നിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കും. രാത്രി എൻ്റെ റബ്ബിനുള്ളതാണ്. അതുകൊണ്ട് ഗവർണറും പദവിയും ഒക്കെ മരിക്കുന്നത് വരെയുള്ളൂ. അതുകൊണ്ട് ഗവർണറാണെങ്കിലും ആരാണെങ്കിലും സാധാരണക്കാരനും അള്ളാന്റെ മുന്നിൽ ഒരുപോലെയാണ്. അതുകൊണ്ട് രാത്രി മുഴുവനും എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാണ്, എൻ്റെ റബ്ബിന് വേണ്ടിയാണ്. മൂന്നാമത്തെ കാര്യം, മാസത്തിൽ 2 ദിവസം പുറത്തേക്ക് വരാറില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരേ ഒരു കൂട്ടുവസ്ത്രം ഇഷ്ടം പോലെ വാങ്ങാം, ഗവർണറാ, പക്ഷേ ഞാനത് വാങ്ങുന്നില്ല. അതുകൊണ്ട് ഇതൊന്ന് അലക്കണമെങ്കിൽ, വൃത്തിയാക്കണമെങ്കിൽ ഒന്നും എനിക്ക് പുറത്തിറങ്ങാതിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാത്തത്, മാസത്തിൽ 2 തവണ പുറത്തേക്ക് ഇറങ്ങാത്തത്. നാലാമത്തെ കാര്യം, ഇടക്കിടക്ക് മോഹാലസ്യം, ബോധക്ഷയം സംഭവിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുശ്രിക്കായിരുന്ന കാലത്ത്, ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് എൻ്റെ മുന്നിൽ വെച്ചാണ് ഹുബൈബിനെ കൊന്നത്. ഹുബൈബിന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അറുത്തെടുത്ത് ഹുബൈബിനെ കൊല്ലുന്ന രംഗം ഞാൻ കണ്ടു. അന്ന് അദ്ദേഹത്തെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് ഒരു സേവനം ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ആ രംഗം ഇടക്കിടക്ക് എൻ്റെ ഓർമ്മയിലേക്ക് വരുമ്പോൾ ഞാൻ മോഹാലസ്യപ്പെട്ട് വീണു പോകുന്നതാണ്. ഇതാണ് ഈ 4 പരാതികൾക്ക് കാരണമായി പറഞ്ഞത്. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ സ്വഹാബികളാണ്. ഇവരൊക്കെ ഉന്നതമായ പദവികൾ, ഉദാത്തമായ സ്ഥാനമാനങ്ങൾ കൈയാളിയിട്ടും അവരവരുടെ സ്വന്തത്തിന് വേണ്ടിയുള്ള കാര്യം അത് ഒഴിഞ്ഞിരുന്ന് റബ്ബിനോട് പറയാനും അവനവൻ്റെ കാര്യങ്ങൾ കൃത്യമായി ഉത്തരവാദിത്വം നിർവഹിക്കാതിരിക്കാനും അവർക്ക് കഴിഞ്ഞില്ല. കൃത്യമായി അവർ പാലിച്ചു പോകുന്നു. സഹോദരങ്ങളെ, അവിടെയാണ് ഇതൊക്കെ നമുക്ക് മാതൃകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഏത് രംഗത്തിറങ്ങി പ്രവർത്തിക്കുന്നവരാണെങ്കിലും നമ്മൾ അവനവൻ്റെ കാര്യമൊന്ന് ഒഴിഞ്ഞിരുന്ന് ഒന്ന് ആലോചിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. അതിലൂടെ ഈമാനും തഖ്വയും ഖുശൂഉം വർദ്ധിക്കും. അത് നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമായി, ശക്തിയായി മാറ്റാൻ നമുക്ക് കഴിയും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനിച്ചുമാറാവട്ടെ. അവരുടെ ബർസഖ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ സൈനാർ സാഹിബ് സുഖമില്ലാതെ ഏതാനും ദിവസങ്ങളിലായി വീട്ടിൽ വിശ്രമത്തിലാണ്. പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സഹോദരന് ഒരു ദായിയാണ്, പ്രബോധകനാണ്. അദ്ദേഹത്തിന് രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ, ആശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ കുട്ടികൾ പലരും ഉന്നതമായ പരീക്ഷകൾ, നീറ്റ് പോലെയുള്ള പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഉന്നതമായ റാങ്കുകൾ അവർക്ക് കിട്ടാൻ ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരിശ്രമങ്ങൾ അത് അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഉന്നതമായ റാങ്കും സ്ഥാനവും അള്ളാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവിടെയും അവരുടെ രക്ഷിതാക്കളുടെയും ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. റഹ്മാനായ റബ്ബ് നാളെ പരലോകത്ത് പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷ നൽകാനുള്ള ആവശ്യമായ ഈമാൻ കരഗതമാക്കാൻ, നേടിയെടുക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു മുഗഫ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വഅഹ്യാഹും മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്രിനാ മിനൻ നാർ, അല്ലാഹുമ്മ അഅതിഖ് റിഖാബനാ മിനൻ നാർ, അല്ലാഹുമ്മ ഇശ്ഫി മർളാനാ വമർളൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ ارحم موتانا وموتى المسلمين، اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك واعداء الدين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين.